Uh, we are continuing our discussion about handling stress biblically. Okay. And last week or last time when we talked about this topic, we were talking about, three types of illnesses that you find in the scriptures. നമ്മളൊരു ടോട്ടൽ ഹീലിംഗ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഹീലിംഗ് ഡസ് നോട്ട് മീൻ പെർഫെക്റ്റ് ഹീലിംഗ്. അതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. The reason for that is we have been sentenced, God has sentenced physical death on every person born in Adam's family. And we are all going through the process of dying. And that's precisely the reason we cannot have perfect healing on this earth. So നമ്മളെല്ലാവരും മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവരാണ്, ശാരീരിക മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ആ മരണത്തിന്റെ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്നതിനാൽ പൂർണ്ണ രോഗശാന്തി എന്ന് പറയുന്ന, ഒരു അസുഖവും ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നത് is not practical. എന്നാൽ നമ്മളിവിടെ ഈ ടോട്ടൽ ഹീലിംഗ്, ടോട്ടൽ ഹെൽത്ത് എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന്റെ പുറകിലത്തെ ആശയം ഒന്നേ ഉള്ളൂ. God has given number of years for each of us. God also ordained a task, a work we all must continue to finish, to carry out. So just to be in enough health to complete what God has ordained is what's our aim. So I am in, we are in good health, perfect health. We are all in good health to finish what God has asked us to do. So ദൈവം നമ്മെ കൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവിക നിയോഗം പൂർത്തീകരിക്കുവാനുള്ള ആരോഗ്യം. That is what's the aim. That's what we are actually talking about. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി വന്നപ്പോഴത്തേക്കിന് we talked about there are three different kinds of illnesses that you would kind of see in the Bible. Different types of illnesses people are experiencing. ഇത് ഓരോ ടൈപ്പ് ഓഫ് ഇൽനെസ്സിനും ഓരോ രോഗത്തിനനുസരിച്ചുള്ള ബൈബിള് പറയുന്ന ഉചിതമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മൾ അതിനോട് സ്വീകരിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഹീലിംഗ് അനുഭവിക്കുന്നത്. Because each one has a purpose. So you are prescribed, you are fulfilling or you are meeting what is prescribed in the scripture about that particular sickness. ആ പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച്, അസുഖത്തെ സംബന്ധിച്ച്, അല്ല കടന്നു പോകുന്ന ആ ശാരീരിക വിഷയത്തെ സംബന്ധിച്ച് ബൈബിൾ പറയുന്ന വിധി എന്താണ്? അത് ചെയ്ത് തീർത്ത് ആരോഗ്യം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the first thing നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതെന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് സിക്നസ് unto death. മരണത്തിലേക്കുള്ള ഒരു രോഗം. ഓക്കെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇൻ വൺ സെൻസ് ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവകൽപിതമായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി തീരാതെ നമ്മൾ പോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ഇൻ വൺ സെൻസ് നമുക്ക് വേണം പറയാൻ കഴിയും, യേശു ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസി, a believer in Christ Jesus is in one sense is indestructible until your work on earth is done. Okay, once it is completed, there is no point in lingering around. God has called you for a purpose. You finish your purpose, then we'll go on. ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ ഓട്ടം തികച്ചു, വേല തീർന്നു. ഓട്ടം തികച്ചു, കർത്താവ് തന്ന ശുശ്രൂഷ തീർത്തു. ആ ശുശ്രൂഷ തീർത്ത ശേഷം പിന്നെ നമ്മളിവിടെ ഹാങ് അറൗണ്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ചിന്തയുടെ പ്ലാനിന്റെ ഭാഗമാണോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ അതിന് ദൈവം അയക്കുന്ന
പല കാര്യങ്ങളുണ്ട്. ആ ചിന്ത എന്ന് പറയുന്നത് അത് സംഭവിച്ച് തീരുന്നത് വരെ ഞാൻ പോകില്ല. ഐ ഹാവ് എ തിങ് ടു ഫിനിഷ്. ഇതാണ് ഈ നമ്മൾ പൗലോസൻ ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. Philippians chapter 1 verse 23, where Paul actually is toying with this idea. He said, I'm hard pressed between the two. My desire is to depart and be with Christ, for that is far better for me. രണ്ടുകൊണ്ടും രണ്ടിനാൾ ഞാൻ ഇറങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമല്ലോ. എന്നാൽ എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ ഇവിടെ ബാക്കി കിടപ്പുണ്ടോ, അത് തീരാതെ എനിക്ക് പോകാനൊക്കത്തില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും, though I want, the better is to be with the Lord, but I have a task to finish. എനിക്കിവിടെ ചെയ്തു തീർക്കുവാൻ ഒരു ജോലി, ഒരു വേല കർത്താവ് ബാക്കി വെച്ചിട്ടുണ്ട്. Alright. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ്, let's say a believer has been diagnosed with a terminal illness, and that believer strongly feels my work is not completed. എന്റെ ഓട്ടം തീർന്നില്ല. There's a race that I must run. There are victories to be won. എന്നൊരു strong feeling നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ, I think we should have the audacity, we should have the courage to ask God, Lord, I want to live and declare your goodness. I want to live and fulfill what you have asked me to do. So I'm claiming healing in your name, not because I want to stay around and see my children enjoy life, travel. No, അതിനേക്കാൾ എല്ലാം വലിയ വിഷയം എന്ന് പറയുന്നത്, it's a task. ദൈവനെ ഏൽപ്പിച്ച ശുശ്രൂഷ ബാക്കിയുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. That's the reason I'm asking for an extension. That's the reason I'm asking for a healing. നമ്മൾ ദാവീദ് ആ സെയിം കാര്യം ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. This is Psalm 71 and verse number 17. I'll read it in Malayalam, then also in English. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുതപ്രവൃത്തികളെ അറിയിച്ചു വരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. So he's really asking, Lord, just keep me healthy, Lord. Oh God, you have taught me from my earliest childhood, and I constantly tell others about the wonderful things you do. Now that I am old and gray, do not abandon me, God. Oh God, let me proclaim your power to this new generation, your mighty miracles to all who come after me. So, അടുത്ത തലമുറയോട് ഞാൻ ഇതൊന്ന് പറഞ്ഞു തീരുവോളം, do not abandon me. എന്നെ കൈവിടരുത്. Keep me in good health, Lord. I want to finish what you asked me to do. So, ഞാൻ ആ കോൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ള രണ്ട് കാര്യം. പൗലോസ് പറഞ്ഞത് രണ്ടിനാൾ ഞാൻ ഇറങ്ങുന്നു, പക്ഷെ I know that I have to finish my race. So I have to be here some more time. But on the other side, David is crying to God and said, Lord, don't take me right now, God. Don't abandon me. Keep me in good health so that I continue to proclaim your goodness, your power, and your glory to the generation that is really coming. All right. Psalms 90 verse 12. നമ്മളെല്ലാം വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണല്ലോ. Lord, we are to number our days. നമ്മളൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു, number our days that we may apply hearts unto wisdom. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കണം, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കും. So help us to number our days properly. And what each of us need to be doing in each of these days that are numbered. This is all I have. This is all the days that I have. And I must finish my work in that given time. So അതാണ് അകത്ത് കിടക്കുന്ന ആ വലിയ ചിന്ത. A sense of time, a sense of destiny. So I'm trying to fulfill God's plan in my life in the given time. So help me, Lord, to get an understanding.
നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പൊ എനിക്ക് just God is only giving me just 3 or 4 more years എന്ന് വെച്ചു. I'm just giving an example. 5 more years. പക്ഷെ എനിക്കറിയില്ല, I don't know. So I live with an understanding that I'm just going to be 90, 95, maybe 100. I'm just going to just enjoy life another so many years, 30 more years to live. എന്നൊക്കെ പറഞ്ഞിരിക്കുക. But I'm just going to be a fool if I don't count my days properly. Because time comes, 5 years come. കർത്താവ് പറയും പോരുവാനെന്ന് പറയും. Come. But am I going with fulfillment? Can I say like Paul, I finished the race. I fought a good fight. അതിനാണ് നമുക്ക് ഈ നാളുകളെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത്. So that is one kind of death. So കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. If you were told today that you have a terminal condition, what reason would you give for keeping you alive? So ഇന്ന് നിങ്ങൾക്ക് മാരകമായ ഒരു രോഗമുണ്ട് എന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ നിങ്ങളെ ജീവനോടെ നിലനിർത്തണം എന്ന് ദൈവത്തിന് പറയാൻ എന്ത് കാരണം കാണും? ഇതാണ് കാരണം, എന്നെ ജീവനോടെ നിലനിർത്തണം, എന്നെ സൗഖ്യമാക്കണം എന്ന് ദൈവത്തോട് പറയാനുള്ള കാരണം നമ്മുടെ എന്തായിരിക്കും? Each of us can really think about it. രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ നോക്കാൻ പോവുകയാണ്. It's called sickness under chastisement. അതായത് ശിക്ഷണം, ദൈവത്തിന്റെ ബാലശിക്ഷ, ശിക്ഷണത്തിലേക്കുള്ള രോഗം. കാര്യം ആ രോഗത്തിന്റെ ഉദ്ദേശം നമ്മളെ റെഡിയാക്കുക, to steady you. That is exactly what God really wants. So there are physical, mental, emotional and spiritual consequences for violating God's laws. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നതിനാൽ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ ലംഘിക്കുന്നവർക്കാണ് ഏറ്റവും കഠിനമായ ശിക്ഷ വരുന്നത്. Okay? So it's the most severe punishment, or I'm just talking about this chastisement come for children of God who disobey God's moral laws. That's biblical. Those നമ്മൾ കാണുന്നുണ്ട്. Galatians chapter 6 verse number 8, ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ മലയാളത്തിൽ ഇങ്ങനെയാണ്: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. But for one who sows to his own flesh will from the flesh reap corruption. But the one who sows to the Spirit will from the Spirit reap eternal life. So it's basically says what you sow is what you're going to reap. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. So ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസിന്റെ ഒരു ഭാഗമാണ്. It's a law, sowing and reaping. അപ്പൊ അതൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അതിലുണ്ടാകണം. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലെ there are so many consequences. അതെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. We don't have the time to go through each of those examples. Now let's take an example for one area. This is about dishonoring parents. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതിരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന അവസ്ഥ. In Deuteronomy chapter 5 and verse number 16, ഇങ്ങനെ വായിക്കുന്നു: Honor your father and your mother as the Lord your God commanded you, that your days may be long and that it may go well with you in the land that the Lord your God is giving you. So നമ്മൾ ആരും ഇത് this is an Old Testament, not New Testament stuff. And when you discard ചെയ്യരുത്, you shouldn't throw it away. This is eternal principles of God. അവിടെ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ, സജസ്റ്റ് ചെയ്തതല്ല എന്നത്, കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കാം.
This is very important. We live in a time where parents are being abandoned. Just being abandoned. There's no one wants to talk to them. I'm somebody who travels a lot. So I go across so many homes. ചില സമയത്ത് ചില വീടുകളിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ചില അമ്മച്ചിമാരിപ്പുണ്ട് അല്ലെ അപ്പച്ചന്മാരിപ്പുണ്ട്. They are old. Pretty old. അവിടെ അവരോട് പലരും പോകുന്ന സമയത്ത് sometimes I stay in the house, so I just get into conversation with them slowly. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ മുഖവിലേക്ക് എടുക്കുകയല്ല. I'm not taking everything for face value, but I'm just saying there's some truth to what people say. അവിടെ പറയുന്നത് മോനെ എന്നോട് പറയും, മക്കളെ ഞങ്ങൾ ഇങ്ങനെ ഗതിയായിപ്പോയി, ഈ കൂട്ടിലടച്ച കിളിയെ പോലെ ഞങ്ങൾ ഈ രാജ്യത്ത് വന്ന് ഇവിടെ കിടക്കുക. ഒരു മനുഷ്യനില്ല സംസാരിക്കാൻ. ഇവിടെ ആർക്കും സമയമില്ല. ഹിയർ നോ വൺ ഹാസ് ടൈം. ഒരു മനുഷ്യർക്ക് സമയമില്ല. എൻ്റെ മോന് സമയമില്ല, മരുമോക്ക് സമയമില്ല, പിള്ളേർക്ക് അത്രയും സമയമില്ല. അവരെല്ലാം വരുമ്പോൾ അവരെല്ലാം മേലോട്ട് പോകും. പിന്നെ ഞങ്ങളെ കാണും. അമ്മച്ചേത് പോലും വിളിക്കുകയില്ല. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. അവരെ മേശയിൽ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എന്നെക്കൂടെ വിളിച്ചിരുത്തി ഞാനും കൂടെ ഇരിക്കുന്ന നോക്കടി അങ്ങനെ ഇല്ല. ഞാൻ അത് എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്ന് കഴിക്കും. അല്ലെ അച്ചായനുണ്ട്, അച്ചായൻ ഞാനിവിടെ കഴിക്കും. I want you to think about this that you may not be abusing them, but I tell you their hearts are grieving. Their hearts are grieving. So I'm just encouraging every single believer, if you have a parent who is alive, respect them, take care of them, especially in the presence of your children. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, when you become old, your children will do exactly the same thing to you. Exactly the same. അത്ര പോലും ചെയ്യല. അവർ വേണേ പറയും, I don't have time to take care of you. Why don't you go to some elderly home and then stay there? പിന്നെ അമേരിക്കക്കാർ പലരും ചെയ്യുന്ന പോലെ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ 4-5 സമയത്ത് ഒരു വർഷത്തിൽ you just go visit, ഒരു ഫ്ലവറും കൊടുത്തേച്ച് പോയി. It's so sad. You go to all these nursing homes. I'm not saying you should not നമുക്ക് നോക്കാൻ വയ്യത്തിൽ nursing home കൊണ്ട് ആക്കരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. But it's all has to do with your heart connection. There are people that I know who could not take care of their parents. അവര് അടുത്തുള്ള നഴ്സിംഗ് ഹോമിൽ കൊണ്ട് ആക്കിയിട്ട് every single day the son would go sit there with the mother, feed her, spend time. Weekend കുഞ്ഞുങ്ങൾ പോയിരിക്കും, കുഞ്ഞുങ്ങളോട് പോയി സംസാരിക്കും. She felt that she was sleeping in another room on the same house. How many people do that? എല്ലാ ആത്മീയത്തിന്റെ പുതപ്പ് ഇട്ടിട്ട് ഇന്ന് ആളുകൾ പലരും പേരൻസിനെ just neglect ചെയ്യുക. But you don't realize that how hard they work for you, how they sacrifice their life for you. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ അമേരിക്ക വന്ന് നമുക്ക് plenty of things are here. But when they raised you growing up, it was very hard. It was very hard. My father worked in a factory. He worked in a bakery in the beginning when he was small. He worked in a factory where, the rubber was processed. And I see at least ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും I see Appa coming with a big cut. കയ്യില് വലിയ കട്ട് കറിയാന്ന് വെച്ചാൽ അവിടെ വെച്ച് അതിനിടയ്ക്ക് വെച്ച് കൈ കീറുന്നതാണ്. I've seen that man coming, but the same, you can't sit home and then go back again next morning. There was times that I remember he didn't have a cycle from my home to the factory that he worked. We're talking about probably 3-4 kilometers. Every morning he walks all the way there. The night, ചിലപ്പോൾ 10 മണിയാകുമ്പോഴായിരിക്കും അവിടുത്തെ ലാസ്റ്റ് പണി കഴിഞ്ഞിട്ട് then he walks
അന്ന് ആ വരുന്ന വഴിയിലൊന്നും there's nobody there on both sides. There's no buildings, nothing. കൈതക്കാടുകൾ നിൽക്കുന്ന അതിനിടെ കൂടെ that he comes. And I'm just saying they worked so hard. But you'd ask me a question, see, are you there going home, taking care of him? No, I'm not. I cannot go at this point. But we are doing everything possible to make sure that he has a very comfortable life. So I'm just encouraging everybody. ചിലപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാൽ ചിലരുടെ ജീവിതത്തിൽ they go through sicknesses. Their life becomes very difficult. Things are not going well with them. It's going ill with them. It's something that we have to go back. It's something that we have to go back and correct and ask the Lord to forgive. Because that sicknessum, അല്ലെങ്കിൽ ആ life situationum, ഇതുമായിട്ടൊരു കണക്ഷൻ അവിടെ കിടപ്പുണ്ട്. That needs to be rectified. Now, നമ്മൾ Proverbs 30 and verse number 17. ഇത് നമ്മുടെ അമ്മയപ്പന്മാർ കൊച്ചിലെ ആദ്യം പിള്ളേരെ പഠിപ്പിക്കുന്നത്. I remember Shaida teaching this to Crystal when she was very small. The eye that mocks her father and despises her mother's instruction will be plucked out by ravens of the valley and eaten by vultures. പിള്ളേർക്ക് പേടിയാണ്. അപ്പനെ പരിഹരിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. Very, very powerful words. It scares them. When English version, it scares the hell out of them. I mean, it's very powerful. It's very powerful. I രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കും. So it's just disrespecting the father and not obeying the instructions of the mother. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Father is very important. But നമ്മൾ വന്നിരിക്കുന്ന ഒരു culture as a whole, people don't respect their teachers anymore in schools. മറ്റൊന്നറിയാം, when you go see your teachers, when you see them coming, you respect them, you greet them, you wish them. Now here, things are so different. Teachers will have to beg. Our same thing is trickled down to Sunday schools now. And how much of those kids they honor their parents, their father, honor them? It's very difficult. Because you cannot be in one place and you cannot, you have a nature that is so disrespectful. Culture has become like that. So, അമ്മയുടെ instructions അപ്പന് കൊടുക്കേണ്ട ബഹുമാനം. Very important. So, consequences are attached to it. നമുക്ക് പിന്നെ അറിയാം, ഈ ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. There may be things, consequences to unwise diets. ഇല്ലയോ? നമുക്കറിയാം, പിന്നെ ഈ ഗ്ലട്ടണിയെ കുറിച്ച് വേദോസം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. Then, especially in animal products that are high in fat, which contains toxins. അപ്പൊ അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വിഷമെല്ലാം നമ്മുടെ അകത്തോട്ട് വരും. സോ അതിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും പുറകിൽ there must be a reason. God's word has a lot, especially into the Old Testament. God has a lot to say about what people should or should not eat. എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട എന്ന് അറ്റ്ലീസ്റ്റ് പഴയ നിയമത്തിൽ ദൈവം ജനത്തിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ വിചാരിക്കും, നമ്മൾ പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് പത്രോസിന് മുമ്പിൽ തുപ്പട്ടി ഇറക്കിയതോടുകൂടി എല്ലാം തീർന്നു നമ്മൾ വിചാരിക്കുന്നു. He said once that the platter has come down, he said, come on, kill and eat, എന്ന് പറഞ്ഞപ്പോൾ everything is sanctified. But you should understand, it's actually talking about something, a very spiritual issue. God is talking about Gentiles and the Jews and everyone. God is reaching out to the Gentile community. That's a spiritual, that's the meaning of it. It's not religion. So what God said in the Old Testament, there must be something to it. അതിനകത്ത് എന്തോ ഉൾക്കൊണ്ട കുറച്ച് കാര്യങ്ങളുടെ അർത്ഥമുണ്ട്.
നമ്മളത് വയലേറ്റ് ചെയ്യുമ്പോൾ we all, but do we all do it? Yes, we all do it. So അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും. ഓക്കെ, പത്രോസ് 1:15 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പിൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നു. But now you must be holy in everything you do, just as God who chose you is holy. For the scripture says, you must be holy because I am holy. So ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ അത് വയലേറ്റ് ചെയ്ത് പോകുമ്പോൾ there are consequences. സോ ആ ഇൽനെസ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൽനെസ് ടു ചാസ്റ്റൈസ്മെന്റ്, ബാലശിക്ഷ കൊണ്ടുവരുന്ന വിഷയങ്ങളാണ്. ഈ പത്രോസ് കോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. Peter is actually quoting this in 1 Peter 1:15 through 16. Peter is actually referring to things in the book of Leviticus. For example, Leviticus 11:44. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാം. മലയാളത്തിൽ എങ്ങനെയാ? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയായാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. Okay, he's talking about crawling things on earth. Do not be eating. Okay, Leviticus 19:2. നീ ഇസ്രായേൽ മക്കളെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ദൈവമായ യഹോവ എന്ന് ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. 20:7 Leviticus. ആകിയാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ. Peter is referring to those things and he is telling, be holy because I am holy. So keeping holiness is something that God demands, and if you don't want to do that, I'm not talking about just the dietary laws alone. I'm talking about following the principles that God has laid down for us. And you are disobeyed, you invite consequences. നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, അതിനുള്ള ശിക്ഷ, അത് മുഖാന്തരം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകള് നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മറന്നുപോകുന്നത്. If you violate any of God's commands, you will be subjected to consequences. So ഏതെങ്കിലും കൽപ്പനകൾ നമ്മൾ ലംഘിച്ചാൽ അതിന്റെ അനന്തര ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. So God in his mercy has established communion table as a place for thorough self-examination. So ദൈവം നിങ്ങൾ കൂടി വരുമ്പോൾ തിരുവേശ നമ്മൾ ആചരിക്കാൻ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ വരുവോളം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് അതിന് ചെവി. അത് ദൈവം തൻ്റെ കരുണയിൽ നമുക്ക് ഒരു സമഗ്രമായ ആത്മപരിശോധനയ്ക്കുള്ള ഒരു സ്ഥലമായി, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരുവേശ കർത്താവ് സ്ഥാപിച്ചിരിക്കുക. It's just discern, search your heart. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. Before you take part from the Lord's table, okay, search yourself, search your hearts. നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു ഭാഗമാണത്. For this cause, listen, അവിടെ വളരെ കെയർഫുൾ ആയിട്ട് പറഞ്ഞു, those who observe communion carelessly. നിങ്ങള് ചുമ്മാ പോയി വൈകിട്ട് സകല അല്ലെങ്കിൽ ഒരു പകൽക്കാലം ഒരു ഒരാഴ്ച മുഴുവൻ എല്ലാ പരിപാടികളും ചെയ്തേച്ച്, ദുഷ്ടത പ്രവർത്തിച്ചേച്ച്, ദുഷ്ടത കണ്ടിട്ട്, ദുഷ്ടത പറഞ്ഞിട്ട്, സഹോദരന് പാര വെച്ചേച്ച്, സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട്, ഭാര്യയെ കാണാതെ ഭർത്താവിനെ കാണാതെയുള്ള ഒളിച്ചു പരിപാടികളെല്ലാം ചെയ്ത ശേഷം സൺഡേ വന്നിരുന്നേച്ച് തിരുവത്താഴം കഴിക്കുന്നവരോട് അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറയാണ്, അവിടെ വാർണിംഗ് ആയിട്ട് പറയുകയാണ്, for this cause many are weak and sickly among you and many sleep or they die prematurely. എന്നതിന്റെ അർത്ഥം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ തിരുവത്താഴ മേശ എടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞത്, ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു.
ഇത് ഹേതുവായി. സോ ഹിയർ ഇസ് എ കോൺസിക്വൻസ് നൗ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും, ചിലരെന്നല്ല പലരും, many among you are weak. ബലഹീനരാ കണ്ട്, then and sickly, രോഗികളാ. അടുത്ത some people die premature death. I mean, ദൈവം നിനക്ക് വച്ചിരിക്കുന്ന ആ ഫുൾ ലെങ്ത് ജീവിക്കാതെ അതിന് മുൻപ് എക്സിറ്റ് ചെയ്യാം. Okay, so that's very important that is. So ആ വാക്യം നമ്മളോട് ശരിക്കും നമ്മള് ഈ തിരുവത്താഴത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് വളരെ ഒരു ബഹുമാനമില്ലാതെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ബഹുമാനമുള്ള നമ്മുടെ മക്കൾ കാണിക്കുന്നു. They are watching parents. They are watching how sincerely you're doing or insincerely you are taking part from the Lord's table. So അവരോടിരിക്കും അങ്ങോട്ട് കൊടുക്കും. I don't know how many of them really understand what's really going on. We also need to understand this is God is speaking to us. നമ്മളോട് ദൈവം വളരെ ശക്തമായ ഭാഷയിലാണ് അവിടെ സംസാരിക്കുന്നത്. Therefore, the many of you are sick, weak and sick. Many sleep. പലരും നിദ്ര കൊള്ളുന്നു. എല്ലാവരും നിദ്ര കൊള്ളുന്നുണ്ട്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. But here very clearly says that some people are dying at death, untimely death. Its consequence, its negative consequence, taking parts from the Lord's table. അപ്പൊ നമ്മള് ഇതൊക്കെ പഠിക്കുന്നപ്പം handling sickness, handling stress biblically നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ദൈവം നമ്മളെ അതിന്റെ റൂട്ടിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ഒരു പക്ഷേ നമുക്ക് എല്ലാം വളരെ സന്തോഷമായിട്ട്, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട്, ബലത്തോടെ, സന്തോഷത്തോടെ, we all can be very happy, healthy individuals. I think the first thing we should start looking at is look into our own lives and see we are in conflict with the law of God. We are in conflict with the principles God has laid down for us. Whether it's parents disrespecting, dishonoring parents, not taking care of them, അവരെ റിജക്ട് ചെയ്യുകയാണ്, they are feeling so sad. അതിന്റെ പെയിൻ നിനക്കുണ്ടാകും. You will experience it. I'm just telling you. നിങ്ങളെ നടത്തുന്നവരെ ബഹുമാനിക്കണം. അതായത് ഞാൻ പാസ്റ്ററായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വേറെ ടേംസിലൊക്കെ പോകും. Do not mess with the man of God. I'm just telling you, any person. Doesn't matter whether he has got a GTH, BTH, PhD or nothing. Doesn't matter. അതൊന്നും വിഷയമല്ല. If he is truly anointed by the Lord, if he is called by God, നിങ്ങൾ എത്ര സിവിലൈസേഷൻ കാണത്തില്ല, കൾച്ചർ കാണത്തില്ലായിരിക്കാം, പൈസ കാണത്തില്ലായിരിക്കാം, not dressed up like you, but never dishonor a man of God. Because this book qualifies him. ഈ പുസ്തകം അത് ചുമക്കുന്നത് ദൈവത്തിന്റെ ആ വിളി is a royal calling. He is a co-laborer with God. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരനാണ്. He's an ambassador. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ heaven's ambassador. And you don't disrespect heaven's ambassador. If you do that, you're dishonoring God who appointed him. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ദോഷം പറയുകയും അത് പറയും ഇത് പറയും ചെയ്യുന്ന ആളുകൾ never do that. അവരെന്തേലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയേച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ല കാര്യമാണ്. It's a good thing. We all can support each other. പക്ഷെ അവരെ പുറത്തു കൊണ്ടുപോയി do not bash them. Do not humiliate them publicly. അവരെക്കുറിച്ച് ദോഷം മറ്റുള്ളവരോട് പറഞ്ഞു ഒന്നും അറിയാതിരിക്കുന്നവന്റെ മനസ്സിലും അവനെക്കുറിച്ച് ഈ ഫീലിംഗ് ഒരു ദൈവദാസനെ കുറിച്ച് കൊടുക്കരുത്. അങ്ങനെയൊന്നും പറയരുത്. But instead of that, can we pray? Can we pray, God, touch my pastor. God, encourage, anoint my pastor. Help my pastor, Lord, to understand deeper things of your word. Can we not pray? നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള ഒരു റെഗുലർ മനുഷ്യനാണ് ഉപദേശിമാർ. അവർക്ക് അവരുടേതായ സ്ട്രഗിൾസ് ഉണ്ട്, അവരുടെ മക്കളുടെ സ്ട്രഗിൾസ് ഉണ്ട്, വീട്ടിലെ സ്ട്രഗിൾസ് ഉണ്ട്. So much of pain.
I can tell in my own personal journey, there's so many days when I stand, maybe years, or stand in front of the pulpit, behind the pulpit. No one really sees my heart. But it's with so much of pain that I stand there. Not pain caused by any of you, but seasons of life, hardships in life makes it very difficult. അതിന്റെ കൂട്ടത്തിൽ നമ്മളോട് അഡീഷൻ കൊടുക്കണ്ട. ഉപദേശമാർക്ക് മാത്രമല്ല, കഴിയുമെങ്കിൽ എല്ലാവരോടും നമുക്ക് സമാധാനം ആചരിക്കാൻ ശ്രമിക്കാം. That should be a desire. നമ്മുടെ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് മാറും. So therefore, if you are sick, if you are sick, you should ask yourself, is this God's way of chastening me for not following his way of life? അതുകൊണ്ട് നമ്മൾ രോഗികളാണെങ്കിൽ, നിങ്ങൾ രോഗികളാണെങ്കിൽ, നമ്മൾ സ്വയം ചോദിക്കണം, ദൈവം കൽപ്പിച്ച ജീവിത ശൈലി, ജീവിത രീതി പിന്തുടരാത്തത് കൊണ്ട് എന്നെ ശിക്ഷിക്കുന്നതിനുള്ള ദൈവത്തിന്റെ രീതിയാണോ ഇത് എന്നൊന്ന് ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല. It's good for all of us when we go through sickness, hardship, losses. It's a good question to ask. God, is it your hand? ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടോ? എന്റെ ജീവിതത്തിലെ കുറവാണോ ഇതിനകത്ത്? I will always encourage people. I always ask the question to myself. None of us are perfect people. ദൈവത്തോട് നമുക്ക് ചോദിക്കാം, നമ്മളോടൊന്ന് ചോദിക്കും, കർത്താവേ, അതുകൊണ്ട് സംഗതി, search me, O God, and know if there's any wicked ways within me. എന്നെ നന്നായി ഒന്ന് ശോധന ചെയ്യണമേ കർത്താവ്. കർത്താവ് ശോധന ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ശോധന ചെയ്ത് തന്റെ പണി ചെയ്തതിനു ശേഷം, I did everything possible. I searched, oh God, but Lord, you search me. എനിക്ക് കാണാത്ത കാര്യങ്ങൾ അങ്ങേക്ക് കാണാൻ കഴിയും. Lord, you see things and you can reveal it to me. നിന്റെ കണ്ണിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, എന്റെ കണ്ണിന് മറിഞ്ഞിരിക്കുന്ന ഒത്തിരി. So many things are hidden from my eyes. And therefore we should ask that question to ourselves. That's the second thing. And the third category is actually of sickness, is actually sickness unto the glory of God. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സിക്നസ് ഉണ്ടാവും. The third type includes infirmities that God designed to bring glory to himself. So ഇതിനകത്ത് നമ്മുടെ കുറ്റം കൊണ്ടോ ഒന്നുമല്ല, മരണത്തിൽ കൊണ്ടുപോകാനുമല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ദൈവത്തിന് ഒരു പദ്ധതി. God is using you as a vessel of honor. So you are offering yourself to God. You're going to bring glory to God. ഇത് രണ്ട് രീതിയിൽ നമുക്ക്, God can do this in two different ways. One of the ways is actually, the first way is through God's supernatural healing. So ദൈവത്തിന്റെ അമാനുഷികമായ രോഗശാന്തി സംഭവിക്കുന്നതോടുകൂടി ദൈവത്തിന് ഭയങ്കര ബഹുമാനവും തേജസ്സും ലഭിക്കുക. This was experienced by a blind man in the Bible. You read that in John's Gospel, chapter 9. അവിടെ നമുക്ക് കാണുന്നുണ്ട്, there was an exchange between Jesus and the disciples concerning a blind man. അവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Rabbi, this is chapter 9, verse 2 and 3. Rabbi, his disciples asked him, why was this man born blind? Was it because of his own sins or his parents' sins? It was not because of his sins or his parents' sins. Jesus answered, this happened so that the power of God could be seen in him. So, ഇവൻ കുരുടനായി പിറക്കത്തക്കോണം ആര് പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പാരും പാപം ചെയ്തിട്ടില്ല, ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. So, this is very important. ആ ഒരു ഇൻസിഡന്റ് നമ്മൾ എടുക്കുമ്പോൾ, so Jesus designed the infirmity that
years later, he could demonstrate to the crowd that he is truly Son of God. താൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് ഭാവിയിൽ വരുംകാലത്ത് ജനത്തിന്റെ മുൻപിൽ തെളിയിക്കേണ്ടതിന് ഈ മനുഷ്യൻ was born blind. അതിനകത്തൊരു ദൈവിക പരിപാടിയുണ്ട്. So there's something else. So in many cases that may not be a supernatural healing. Allah. Even he received a supernatural healing, and that brought glory to God. And at the same time, the second way is actually demonstrated to us by Paul, Saint Paul. നമുക്ക് അറിയാവുന്നൊരു കാര്യം പൗലോസ് തെളിയിച്ചിരുന്നുള്ളത്. So Paul had a physical infirmity, which he referred as thorn in the flesh. So തൻ്റെ ശരീരത്തിലുള്ള ഒരു മുള്ള് എന്ന് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് തൻ്റെ ഒരു ബലഹീനതയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നുണ്ട്. 3 times he appealed to God to remove the thorn in his flesh. ജഡത്തിലെ ആ ശൂലം മാറ്റാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചു. However, God told him, my grace is sufficient for you. My strength is made perfect in weakness. Most gladly, therefore, I will rather glory in my infirmities, that the power of Christ may rest upon me. So, പൗലോസ് പറയുന്നത് 2 Corinthians 12 ഇങ്ങനെ പറയുന്ന അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിലും പ്രശംസിക്കുന്നു. So when I am weak, I am strong, because when people don't see the weak Paul, they don't see the weakness of Paul. They see the power of Christ moving in this weak body, and God gets the glory. I'm not healed. എനിക്ക് സൂപ്പർനാച്ചുറൽ ഹീലിംഗ് ഉണ്ടായില്ല. ഞാൻ ഇന്നും ബലഹീനനാ. പക്ഷെ എന്റെ ബലഹീനതയിൽ എന്നിൽ വ്യാപരിക്കുന്ന ആമിതമായ ദൈവശക്തി, ദൈവത്തിന്റെ ശക്തി, God's power is on display in my body. So that's what the reason says, when I am weak, I am strong. ഞാൻ ബലഹീനനായിരിക്കും, ഞാൻ ശക്തനാ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം I can do all things through Christ who strengthens me. I cannot do it myself, but there is somebody else who strengthens me. God gets the glory. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതൊക്കെ ഡിസൈൻ ചെയ്ത് സംഭവിക്കുമ്പോൾ കൈപ്പായി പോകാതെ നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ബലഹീനതയിലൂടെ നമ്മൾ പോകുമ്പോഴും ദൈവം God works all things for his good, for our good. സകലതും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപിക്കും. That's how God works. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. So this is a very important principle, because God has given us weakness to prevent us from depending on our own strength or ability rather than the supernatural work of his power. So ദൈവം നമുക്ക് ബലഹീനത നൽകിയിരിക്കുന്നത് അവന്റെ ശക്തിയുടെ അമാനുഷിക പ്രവൃത്തിയെ ആശ്രയിക്കുന്നതിനും നമ്മുടെ സ്വന്തം ശക്തിയെ കഴിവിനെ ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ വേണ്ടിയാണ് ഒരു പക്ഷെങ്കിൽ ദൈവം ഇതൊക്കെ തന്നത്. You're not trusting in yourself. There's nothing to trust. I'm a broken vessel. I'm an earthen vessel, but the power of God is flowing through my body. So that's for the glory of God. So ആ 3 കാര്യങ്ങൾ നമ്മൾ വേദവസം പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു. One is illness that leads to death. മരണത്തിന്റെ ഭാഗമായി നമ്മളെ അതിലേക്ക് കൊണ്ടുപോയി തമ്പുരാൻ നമ്മളെ കൊണ്ടുപോകുന്ന വഴിയാണ്. That's a vehicle that God sends. That sickness probably is the vehicle God sends. Joyfully take the ride and go and say, God, here I go. Very good. നമ്മൾ കഴിഞ്ഞ ഈ 2 ദിവസങ്ങൾ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ പാസ്റ്റർ TP പൗലോസ് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നമ്മൾ കണ്ടല്ലോ.
യോഗത്തിന് പോയി, but still actively involved in the ministry of the Lord. He finished. A heart failure was his vehicle to go home. But we also need to be careful that there are sickness that God sends, God allows, because he wants to discipline us, because we are violating his principles. നമ്മൾ ദൈവത്തിന്റെ വചനം ഓണർ ചെയ്യുന്നില്ല. It could be, I'm just saying, there are so many things. Is it because you are dishonoring your parents? Is it because you are dishonoring what God has laid down for you? Is it because of poor choices you and I make? Is it because of the company that your company is with wicked people? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയിൽ നിൽക്കുകയും പരിഹാസയുടെ ഇരിപ്പിടത്തിലിരിക്കുകയും ചെയ്യാത്തവൻ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യം പറ. അവൻ ആശ്ചര്യത്തിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും. Yes, he's like a tree planted by the streams of water. Whatever he does prospers. But in your case, whatever you do never prospers. Whatever you do, you lose. Then you should ask yourself a question. Are you like a tree planted by streams of water? Do you meditate on his law day and night? അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. And he experienced these things. If you're not experiencing, then you should ask yourself questions like, do I spend time with God's word? ഞാൻ ഈ വചനം വായിക്കുന്നുണ്ടോ? ഇതിൽ സന്തോഷിക്കുന്നുണ്ടോ? Do I pray? Do I take delight in God's word? എന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പ്രാതയ്ക്ക് പ്രകാശമാവും. It's like honey, sweeter than the honeycomb. They will be blessed. So നമ്മൾ അനുഭവിക്കുന്ന പലതിന്റെയും പുറകിലത്തെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നമ്മളെ തന്നെ ചോദ്യം ചെയ്യാം. And the third one we looked at was, sometime you looked at your life. കർത്താവേ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല കർത്താവേ. I sincerely follow you, Lord Jesus. And I believe my call, my life is not over. I still believe I have things that I must finish. And I'm not in violation. എനിക്കറിയാവുന്ന കർത്താവേ, എനിക്കൊന്നിനെ കുറിച്ചും ബോധം വരുന്നില്ല കർത്താവേ. I search myself, Lord. And you're okay with that. Then it must be for God's glory. ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കും. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ അറിയില്ലെങ്കിലും നാളെ ഒരാൾ പറയും, look at him, man. As he is going through this difficult time, as she is going through this difficult time, she's trusting in God. Never a single bitter word coming out of that mouth. ആ വായിൽ നിന്ന് ഒരു വാക്കുപോലും വരുന്നില്ല. യോബ് പറഞ്ഞ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുവാൻ. God has given, God has taken, blessed be his name. You always bring relief to people. When someone is going through very similar or less similar things, maybe they are wavering, your testimony becomes something that supports them, encourage them, put confidence into their heart. If they can, ലോകത്തിൽ മറ്റുള്ള എല്ലാവരും, they're also going through the similar things. നിനക്ക് സഹിക്കാവുന്ന അധികം ദൈവം നൽകത്തില്ല. Because there are people who are handling it. They're handling it well. So you bring glory to God. Lives are blessed because you remain faithful under trial. We will always look back. നമ്മൾ കടന്നുപോയ പല വഴികളും തിരിഞ്ഞ് വന്ന വഴികൾ ഒന്നോർത്ത് നോക്ക്, തിരിഞ്ഞു നോക്ക്. ദൈവം നടത്തിയ വഴികൾക്കായി സ്തോത്രം. Hallelujah. God is faithful. God is a faithful God. എല്ലാവർക്കും, this all people have all gone through difficult time, but ദൈവം വിശ്വസ്തനാ. നമ്മൾ ചിലപ്പോൾ ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, what is going on, Lord? But I tell you, God turns it for our good. And I tell you a personal experience that we experienced. ഞങ്ങൾ ഡാളസിൽ നിന്ന്, we went as missionaries in 97. We had a nice home. അതൊക്കെ വിട്ടിട്ടാണ് 97 ഞങ്ങൾ പോകുന്നത്. When we came back, we didn't have any money with us. We just came back. Nothing. ഒന്നുമില്ല കയ്യിൽ.
And then when you go for a mission field and come back, nobody cares for you. ആർക്കും വലിയ കാര്യമൊന്നുമില്ല. ആ ജീവിതം ആരംഭിക്കുന്നത് ഭയങ്കരമായിരുന്നു. Only Shaija was working. I joined them a little later. It was hard. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഓഫ് ആവേഴ്സ്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കുറെ പാത്രങ്ങളും ഡപ്പികളും സാധനങ്ങളും ഒക്കെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട്. That's how you start again life. And then we were able to buy a home. 8.7 interest rate on 8.7 or 10 or that. We didn't know because we wanted a small place to stay. അങ്ങനെ ഇരിക്കുമ്പോഴാണ് then we come here in 2007. We come. And then we couldn't sell the house, so we had to rent it for 6 months something. So then they left. In a small city that we lived in, place called Mesquite in Lavach സ്ഥലത്ത് ഓരോ റെന്റർ പോകുമ്പോഴത്തേക്കിനും you have to go to the city. അവർ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത ശേഷമേ ഉള്ളൂ, ആ ഇത് കിട്ടിയേ ഉള്ളൂ. then you have to അവർക്ക് ഇലക്ട്രിസിറ്റി വെള്ളം നമുക്ക് തരത്തുള്ളൂ. You can rent it. അവർ വന്ന് എന്ത് കണ്ടാലും നമ്മൾ ചെയ്തു കൊടുക്കണം. And how do I do? And I came here with $2,400 that I get in a month, with so many things going on. Then 2 മാസം റെന്റ് ആളില്ല. How do I take care? Finally, we lost the house. It went on for closure. 7 years we didn't have idonnuilla. It's just a small house, not a very big house. But I tell you, God is faithful. God is faithful. ഞങ്ങളൊന്ന് ഇവിടെ ഈ വീട് മേടിച്ചു for very small price, but the Lord has blessed it. അത് അതിന്റെ 2 ഇരട്ടി വില ഇന്ന് വീടിന് ഇവിടെ ഉണ്ട്. ഒരിക്കലും നഷ്ടമായി പോയില്ല. But I remember those days, കർത്താവേ, ഞങ്ങൾ നിന്റെ വേലയ്ക്ക് പോയിട്ട് വന്നിട്ട് കർത്താവേ, there's nothing. The only one thing we had was small. That too is gone. We are nothing. But I tell you, God will never abandon us. നമ്മളെ faith lessons. That's when I had that when I went through that first PE, ഒത്തിരി കാര്യങ്ങളൊക്കെ കടന്നുപോയ സമയങ്ങളിൽ we couldn't afford anything. But God will repay it. It's for His glory. It is always for His glory. I can always say thank you, Lord. Thank you for that. I know each of you can share your testimonies. You can always be grateful. ദൈവം നടത്തിയ വഴികൾ ഓർത്ത്. അപ്പൊ അതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയത്, കടത്തി വിട്ടത്, അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. So that we still say thank you for that. I'm not looking in the back and say, oh, I lost that other way. No. I have much more God has given on this side. So His glory. Everything works together for good for those who love Him. ഒരു വർഷമെങ്കിൽ ഇന്ന് രാത്രിയിൽ യുവതനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് maybe you may be going through a difficult time. You may see, I don't see light at the end of the tunnel. എന്നൊക്കെ ഓർത്ത് maybe you're worried about so many things in life. But just hang on. God is still on the throne. Today I had an opportunity to just talk to a young person who was going through a very difficult time. I asked that young person, did you tell the Lord, Lord, I still love you? എനിക്കിപ്പം ദൈവത്തിന് സ്തുതി പറയാനൊരു കാരണങ്ങളൊന്നുമില്ല, നഷ്ടങ്ങളും ബാക്കിയൊക്കെ നിനക്കുള്ളായിരിക്കാം. പക്ഷെ നീ കർത്താവിനോട് പറഞ്ഞു, Lord, I love you, I still love you. കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. That's what the Lord wants to hear. In our tough times, in up times, low times, when we are plenty of people, when we are alone, there's only one person that never changes. That's Lord. His ways are perfect. ദൈവത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. Hallelujah.
I wanted to actually to go on to talk about, this some factors that affects our health. There are 5 things that I wanted to. So we'll think about it next week. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ has to do something to do a lot things to do with what we allow to think. നമ്മൾ ചിന്തിക്കാനായിട്ട് അനുവദിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പലതിനും പുറകിൽ ഇറ്റ്സ് വാട്ട് വി സേ. നമ്മൾ എന്ത് പറയുന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. Then what we do, നമ്മൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം വലിയ വിഷയങ്ങൾ. Then what we eat, നമ്മൾ എന്ത് കഴിക്കുന്നു. Then it is also sometime what we inherit. Some things that we inherit. ചില ഇൻഹെറിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അകത്ത് തന്നെ കാണും. പക്ഷെ അത് ബ്ലൂം ചെയ്യാൻ അനുവദിക്കാതെ നമുക്കതിനെ സൂക്ഷിക്കാൻ കഴിയും. That's another aspect we will look at, because I don't think we have the time to go into that today. So I just wanted to spend maybe next couple of minutes in prayer. There may be so many things that's just boiling in your heart today. ഒത്തിരി കാര്യം ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, maybe I'm not good. Maybe God is angry with me. അങ്ങനെ ചിന്തിക്കണ്ട. That shouldn't be the final answer. But you have so many ways to look at it. You know that it's not time for you to go, so let's leave the first one. But we can be honest looking into our own lives and say, കർത്താവേ, ഞാൻ എന്നത്തിനെ നോക്കിയ, ഞാൻ എന്തെങ്കിലും ദൈവമേ നിനക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തിട്ടുണ്ടോ? നിന്റെ കർത്താവേ, ഞാൻ അധ്വാനിക്കാത്ത എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടോ? ഞാൻ പിടിച്ചു പറിച്ചതുണ്ടോ? ഡിസീവ് ചെയ്തെടുത്തോണ്ടോ? Ask yourself those questions. കർത്താവേ, ഞാൻ എവിടെയെങ്കിലും have I ever violated your moral laws in terms of respecting parents? Maybe your own brothers and sisters, maybe in India, maybe they're struggling, maybe they don't have enough food, and God has blessed you here, send you to this land. Why not send them something once in a while? നിന്റെ രക്തബന്ധങ്ങളോട് ഒരു സ്നേഹം കാണിപ്പാൻ നിനക്കിടയായിത്തീരും. അവരെ മറക്കരുത്. നിനക്ക് കഴിവുള്ളപ്പോൾ നീ അത് ചെയ്യണം. Do it while you can. Are you turning a blind eye to that? One of the things that I really like about IPC Orlando is that we are not all the rich people in this church. We're just paycheck to paycheck ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ. But I see every time when I say, ഒരു ദൈവദാസനും വരുമ്പോൾ when they be struggling, അവർക്കൊരു ജീവിതത്തിൽ 30 കൊല്ലം സേവിച്ച് വെച്ച ഒരു കൊച്ചു വീട് വെക്കാനായിരിക്കും അവർ വന്നത്. ഒരു 2 മുറിയിലൊരു വീട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കെട്ടിച്ചു കൊടുക്കണം. അതൊക്കെ ആയിരിക്കാം. They don't come here to preach and convert you. പലരും കണ്ണും കാണാതെയും പോകും. They don't even look at them. They don't shake hands with them. 40 കൊല്ലം വിളക്കേണ്ടി കിടന്നൊരു മനുഷ്യന് ഒരു കൈ കൊടുത്ത് വെച്ച് താങ്ക് യു ബ്രദർ എന്ന് പറയാൻ മടിയാ. കയ്യിൽ നിന്നെല്ലാം പോകുന്നുള്ള പേടിയുണ്ട്. But at the same time I was seeing my faithful church members, they go, keep them. കയ്യിലുള്ളതായിരിക്കും, 20 രൂപ ആയിരിക്കും, 50 രൂപ ആയിരിക്കും. Just give it to them. Bless them. They go. സന്തോഷത്തോടെ പോകുന്നു. ഒരാൾ, you should see the kind of letters or ഇതൊക്കെ ഇവിടെ വന്നേച്ചു പോയ ദൈവദാസന്മാര് എനിക്ക് ഇവിടുന്ന് അയക്കുന്ന കാര്യങ്ങളൊക്കെ I don't say it all the time. Pastor, we have never been treated this way in any church. We have been, some places we've been humiliated. But IPC Orlando has always stood with us. We have never experienced this kind of a love from anywhere else. Can we do it all the time? May not be. But do it while you can. Your own family members കാണും, വീട്ടുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കാണും, സ്ട്രഗിൾ ചെയ്യുന്നവർ കാണും. Let's think about them also. Care for the God's work.
ഇതൊന്നും നമ്മൾ ചെയ്യാതിരുന്നേച്ച് because we are only stewards. ഈ പണമൊക്കെ ദൈവം തന്നിരിക്കുന്നത് നമ്മൾ സന്തോഷിക്കാനല്ല. You are stewards, കാര്യവിചാരകന്മാരാ. And if you as a steward not doing your job, you are failing, and then maybe what you're experiencing is part of that chastisement. You're only stewards. നമ്മൾ കാര്യവിചാരന്മാർ മാത്രം. One day we have to give account to the Lord. അവിടെ തന്നെയല്ല, ഇവിടെ എന്റെ കോൺസിക്വൻസസ് നമുക്കുണ്ടാകും. And as we close, if you're still going through something, Lord, I don't see any of those. I do my best, Lord. But still you're going through struggle. എന്തുകൊണ്ട് കർത്താവ് എന്ന് ചോദിച്ചു? നിങ്ങൾ ക്ഷീണിച്ച് വിഷമിക്കുന്നുണ്ടായിരിക്കും. But I can tell you, just hang on. It's for God's glory, God's honor. നമുക്ക് ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് രാത്രി. I don't know who you are. I only see faces of maybe 8 or 9 people. There are a lot of people here. There's almost like 49 people here. നിങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം രീതിയിലൂടെ കടന്നു പോകുന്ന രാത്രി എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ദൈവം മാത്രം എടുക്കട്ടെ നമ്മുടെ ജീവിതത്തിലൂടെ. നമുക്ക് മടങ്ങി വരാം, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. കർത്താവിനായിട്ട് നമുക്ക് ജീവിക്കാം. അത് നമുക്ക് ആരോഗ്യമായിട്ട് മാറും, നമുക്ക് ബലമായിട്ട് മാറും, നമ്മുടെ രോഗങ്ങൾ മാറും. Because when we are getting right with God, your body will become right, and the functions become right. You will experience that health, perfection Allah, that health, that total health. Life will be different. We'll continue on talking about this. So നമുക്ക് പ്രാർത്ഥിക്കാം.